ശരൺ ഗുഡ് മോർണിംഗ് പറഞ്ഞു തുടങ്ങാൻ കഴിയുന്നില്ല. ഇന്ന് പുലർച്ചെ വരെ ആ കുട്ടിക്കായുള്ള കുഞ്ഞിനായുള്ള തെരച്ചിൽ നടക്കുമ്പോഴും അവസാന നിമിഷം വരെയും എന്ന് പറയാം പ്രാർത്ഥനകളൊന്നും വിഫലമാകല്ലേ എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ അതെല്ലാം വിഫലമാക്കിക്കൊണ്ട് ആ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുന്നു. എന്തായാലും ഇപ്പോൾ കുട്ടിയുടെ അമ്മയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. പോസ്റ്റ്മോർട്ടം നടപടികളടക്കം കാര്യങ്ങളിലേക്ക് കടക്കും. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശ്രുതി, തീർച്ചയായിട്ടും അതായത് കല്യാണിക്കായുള്ള വലിയ തിരച്ചിലാണ് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നത്. എല്ലാവരും ഒരേ പ്രാർത്ഥനയോട് കൂടി തന്നെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ജീവനോടെയല്ല. പിന്നെ നമുക്ക് അറിയാം, വളരെ വേദനയോട് കൂടി തന്നെ നമുക്ക് ആ വാർത്ത പിന്നീട് പങ്കുവയ്ക്കേണ്ടിയും വന്നു. അതായത് കല്യാണിയുടെ മൃതദേഹം ലഭിച്ചിരുന്നത് അത് മൂഴിക്കുളം പാലത്തിൻ്റെ 3ാമത്തെ തൂണിൻ്റെ അടിയിൽ നിന്നാണ്. സ്കൂബ ടീമിനെ അടക്കം എത്തിച്ച് വിശദമായി തന്നെ തിരച്ചിൽ നടത്തിയപ്പോഴാണ് കുട്ടിയുടെ മൃതദേഹം ലഭിക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനം ഇനി അമ്മയുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അമ്മയെ നേരത്തെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നതാണ്. തുടക്കത്തിൽ പുത്തൻകുരിശ് പോലീസാണ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് കടന്നിരുന്നത്. പുത്തൻകുരിശ് പോലീസിനാണ് പരാതി ലഭിക്കുന്നത്. ഇങ്ങനെ കുട്ടിയെ കാണാനില്ല എന്നുള്ള പരാതി ലഭിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുത്തൻകുരിശ് പോലീസ് വലിയ രീതിയിലുള്ള പരിശോധനകളിലേക്ക് കടക്കുന്നു. അങ്ങനെ കടന്നതിന് പിന്നാലെയാണ് അമ്മയുടെ വീട് കുറുമശ്ശേരിയിലാണ്. അപ്പോൾ അവിടെ നിന്ന് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷൻ പരിധിയായതിനാൽ ചെങ്ങമനാട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. അങ്ങനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ആദ്യഘട്ടത്തിൽ അവർ പറഞ്ഞിരുന്നത് ആലുവ വരെ എത്തി. അതായത് ഈ സ്ഥലത്ത് നിന്നും ഈ അങ്കണവാടിയിൽ നിന്നും കുട്ടിയുമായിട്ട് തിരുവാങ്കുളം എന്നുള്ള സ്ഥലത്തേക്ക് എത്തുന്നു. അതിനുശേഷം പിന്നീട് കിലോമീറ്ററുകൾ ഇപ്പുറത്തുള്ള ആലുവയിലേക്ക് എത്തുന്നു. ആലുവയിൽ ബസ്സിൽ വെച്ച് ഈ കുട്ടിയെ കാണാതായി എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് പോലീസ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള പരിശോധന ആലുവ കേന്ദ്രീകരിച്ച് നടത്തുന്നു. പക്ഷേ കുട്ടിയിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷമാണ് ഈ മൂഴിക്കുളം പാലം അടക്കമുള്ള പ്രദേശങ്ങൾ, അതായത് ഇവിടെ വീട് കുറുമശ്ശേരിക്ക് അടുത്താണ്. അപ്പോൾ കുറുമശ്ശേരി മൂഴിക്കുളം അടക്കമുള്ള സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിച്ചപ്പോഴേക്കും അവിടെ വരെ കുഞ്ഞുമായിട്ട് എത്തിയതായിട്ട്, അതായത് അമ്മ കുഞ്ഞുമായിട്ട് മൂഴിക്കുളം പാലത്തിന് സമീപത്തേക്ക് എത്തിയതായിട്ടുള്ള കാര്യം സ്ഥിരീകരിച്ചിരുന്നത്. പിന്നീട് ചോദ്യം ചെയ്തപ്പോഴാണ് അമ്മ പറഞ്ഞിരുന്നത് താൻ മൂഴിക്കുളം പാലത്ത് നിന്നും കുഞ്ഞിനെ താഴേക്ക് ഇട്ടു, പുഴയിലേക്ക് എറിഞ്ഞു എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സ്ഥലത്ത് തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്തുള്ള തിരച്ചിൽ നടത്തിയിരുന്നത്. നമ്മൾ കണ്ടിരുന്നതാണ് എത്രത്തോളം വലിയ തിരച്ചിലാണ് നടന്നിരുന്നുള്ളത് നമ്മൾ കണ്ടിരുന്നതാണ്. എന്തായാലും ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം കിട്ടിയിരിക്കുന്നു. കുട്ടിയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിക്കൊണ്ട് ആലുവ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ഇനി നിയമ നടപടികൾ, അതായത് അമ്മയെ നേരത്തെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിരുന്നതാണ് ചെങ്ങമനാട് പോലീസ്. ഞാൻ നിൽക്കുന്നത് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. ഇവിടെയാണ് അമ്മയുള്ളത്. അമ്മയ്ക്കെതിരെ ഇപ്പോൾ കൊലക്കുറ്റം ചുമത്തിയുള്ള കേസ് ചെങ്ങമനാട് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്.